അതെ, നമ്മളിന്ന് ഫെവിക്കോൾ മോൾഡ് വെച്ച് വേറൊരു കീ ചെയിൻ ചെയ്യാനായിട്ടാണ് പോകുന്നത്. തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഴവിൽ റെയിൻബോയുടെ ഒരു തീം വെച്ചിട്ടാട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് കീ ചെയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് ഫെവിക്കോൾ മോൾഡ് വെച്ചൊരു കീ ചെയിൻ തന്നെ ചെയ്തേക്കാമെന്ന് കരുതി. അങ്ങനെ ഫെവിക്കോൾ മോൾഡ് ഇതാ ഞാൻ ഉരുട്ടി പരത്തി വട്ടത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വട്ടത്തിൽ ബേസ് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ പുറത്ത് നമ്മൾ എന്താ പറയുക റെയിൻബോയുടെ ആ തീം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു അടപ്പെടുത്തിട്ട് വട്ടത്തിൽ അച്ചിന് പകരമായിട്ട് അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവേ. പിന്നെ കീ ചെയിനിൽ നമുക്ക് എന്തായാലും ഒരു ഹോള് വേണമല്ലോ ഹാങ് ആക്കി ഇടാൻ. അപ്പോൾ നമ്മൾ ആ ബേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹോളിട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോളിട്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഫെവിക്കോൾ മോൾഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിന്നായിട്ട് ആ ഫെവിക്കോൾ മോൾഡ് ആ ഒരു സംഭവം തിന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ റെയിൻബോ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനൊരു 4-5 എണ്ണമാണ് ചെയ്തു കൊടുക്കുന്നത്. റെയിൻബോയ്ക്ക് 7 കളറുണ്ട്, പക്ഷെ ഞാൻ 7 എണ്ണം ഒന്നും ചെയ്യുന്നില്ല, ഒരു 4-5 എണ്ണം ചെയ്തു കൊടുക്കാവേ. അതുപോലെ നമുക്ക് 4-5 എണ്ണം ചെയ്തു കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ കട്ടി ഇല്ലാണ്ട് ഒടിഞ്ഞു പോകുന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് അതിന് കട്ടി വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇത് ഹാർഡായി തീരുമ്പോഴേക്കും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളുവേ. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് പോലെ നൈസായിട്ട് ഇത് നീളത്തിലാക്കി എടുത്തിട്ട് ഓരോ ഇതായിട്ട് നമുക്ക് കളറിന് വേണ്ടിയുള്ളത് വെച്ച് കൊടുക്കാം. റെയിൻബോയുടെ കളേഴ്സിന് വേണ്ടിയുള്ളതാണ് വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് അച്ചൊക്കെ ഉണ്ട് കയ്യിൽ കിട്ടും കേട്ടോ. ഇങ്ങനെ ഈ നീളത്തിലാക്കി എടുക്കുന്നതും എല്ലാം പലതരത്തിലുള്ള അച്ചും മോൾഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എൻ്റെ കയ്യിൽ മോൾഡോ കാര്യങ്ങളൊന്നും ഇല്ല, എൻ്റെ കൈ തന്നെയാണ് കേട്ടോ മോൾഡ്. അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ കൊണ്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഇതിൻ്റെ മോൾഡൊക്കെ മേടിക്കാൻ കിട്ടും. ഭയങ്കര സിമ്പിളാണ് കൈ കൊണ്ട് ചെയ്തെടുക്കാൻ, മോൾഡിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ മോൾഡൊക്കെ വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇട്ട് തരാം കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഫെവിക്കോൾ മോൾഡ് ഓഫറിന് കിടന്ന സമയത്ത് മേടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടായിരുന്നു അതിനകത്ത്. ഏകദേശം 300 റുപ്പീസിനകത്താണ്ടോ ആയിട്ടുണ്ടായിരുന്നോളൂ. പക്ഷേ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സിംഗിൾ പാക്കറ്റായിട്ട് വാങ്ങിക്കുന്നതിനെക്കാട്ടി ലാഭം എന്തുകൊണ്ടും അത് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ പാക്കറ്റിലാണെങ്കിലും കുറച്ചധികം ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ മേടിച്ചതായിരുന്നു എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഈ ഒരു ഐറ്റം വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഇതുപോലെ റെയിൻബോ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് കുറച്ച് പീസ് എടുത്ത് ഉരുട്ടിയിട്ടത് നമ്മൾ ക്ലൗഡ് ആ ഒരു മേഘങ്ങൾ നിൽക്കുന്ന പോലത്തെ രീതിയിൽ 2 സൈഡും റെയിൻബോയുടെ 2 സൈഡും ഇതുപോലെ പതിപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ക്യൂട്ടായിരിക്കും കാണാനായിട്ട്. നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ മേഘങ്ങൾ റെയിൻബോയുടെ താഴെ 2 ബോൾ പോലെ മേഘം നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്തെടുക്കാവേ. ഞാൻ നേരത്തെ ഒരു ഹോൾ ഇട്ടായിരുന്നല്ലോ, ആ ഹോള് ഞാൻ ഇട്ട് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഇങ്ങനെ ഹാങ്ങിങ്ങിൻ്റെ സാധനം ഇല്ല എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ഹോൾ ഇട്ടിരിക്കണം കേട്ടോ. അതിന് വേണ്ടിയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ആ ഒരു സംഭവം ഉണ്ടായത് കാരണം ഞാൻ മുകളിലോട്ട് അത് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഇനി റിങ് ഇട്ട് കഴിഞ്ഞാൽ ഹാങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമുക്കിനി ആ ഒരു സംഭവത്തിനകത്ത് വൈറ്റ് സർഫസ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബേസ്. ഇനി നമുക്ക് അതിനകത്ത് കളേഴ്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ റെഡ് കളറാണ് അടിച്ചേക്കുന്നത്. ഇനി ഞാനത് കഴിഞ്ഞിട്ട് ഓറഞ്ച് കളർ അടിക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി യെല്ലോയും റെഡും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ കളർ അടിക്കുന്നത്. പിന്നെ ഞാൻ ഒരു മജന്ത ഷെയ്ഡ് ഉണ്ടായിരുന്നതും അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ കളറും ലൈറ്റായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ കയ്യിൽ സ്കൈ ബ്ലൂ ഇല്ലാത്തത് കാരണം ഞാൻ ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ആയിരുന്നേ ഉണ്ടായിരുന്നത്. അത് വൈറ്റ് കളറിൽ മിക്സ് ചെയ്തിട്ടാണ് ഒരു ലാവണ്ടർ ഷെയ്ഡ് പോലെ ആക്കി എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ അടിച്ചു കൊടുത്തത്, ബേസായിട്ട് അടിച്ചു കൊടുത്തേക്കുന്നത്.
എൻ്റെ കയ്യിൽ ആ ബ്ലൂ കളർ ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ആ ഒരു മീൻസ് ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ആ രീതിയിൽ നിങ്ങൾക്ക് കളർ ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെയല്ലേ, ഭയങ്കര സിമ്പിളല്ലേ ചെയ്തെടുക്കാനായിട്ട്. വലിയൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈ കീ ചെയിൻ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ ഫെവിക്കോൾ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് മോഡലാണോ ആ മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിഞ്ഞൂടാത്തവർക്ക് പോലും ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു കീ ചെയിൻ എങ്ങനെയുണ്ട്, ഇനി നമുക്കിത് ഹാങ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഈ ഒരു കീ ചെയിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.